ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ ആകെയുള്ള 528 സ്ഥാനാർത്ഥികളിൽ 522 പേരുടെ വിവരങ്ങൾ പരിശോധിച്ചതിൽ നിന്നുമാണ് ഇത്രയും പേർക്കെതിരെ കേസുകൾ നിലവിലുള്ളതായി കണ്ടെത്തിയത്. ഒന്നാം ഘട്ടത്തിലെ സ്ഥാനാർത്ഥികളെ ഉൾപ്പെടുത്താതെയുള്ള കണക്കാണിതെന്ന് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. പരിശോധിച്ച 522 പേരിൽ 148 പേർക്കെതിരെയാണ് ക്രിമിനൽ കേസുകൾ ഉള്ളതെന്നാണ് കണ്ടെത്തൽ. അതിൽ തന്നെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളുടെ പേരിൽ കേസ് നേരിടുന്ന സ്ഥാനാർത്ഥികളാണ് അധികവുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ആകെയുള്ള 522 പേരിൽ ഏകദേശം 122 സ്ഥാനാർത്ഥികൾ അവരുടെ സത്യവാങ്മൂലത്തിൽ ഗുരുതരമായ ക്രിമിനൽ കേസുകൾ തങ്ങൾക്കെതിരെ നിലവിലുള്ളതായി അറിയിച്ചിട്ടുണ്ട്. ഇതിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുമുള്ള അംഗങ്ങളെ ഈ കൂട്ടത്തിൽ നിന്നും നോക്കിയാൽ കൂടുതൽ വരുന്നത് BJP-യിൽ നിന്നുമാണെന്നും വ്യക്തമാകും. നിലവിൽ രണ്ടാം ഘട്ടത്തിൽ മത്സരിക്കുന്ന 32 സ്ഥാനാർത്ഥികളിൽ 14 പേരും ഇത്തരത്തിൽ സ്വന്തം പേരിൽ ക്രിമിനൽ കേസ് നിലവിലുള്ളവരാണ്. രണ്ടാമതുള്ളത് BSP-യിൽ നിന്നുമുള്ളവരാണ്. കണക്കുകൾ വ്യക്തമാക്കുന്നതും അങ്ങനെ തന്നെ. BSP-യുടെ 24 സ്ഥാനാർത്ഥികളിൽ 8 പേർക്കെതിരെയും ക്രിമിനൽ കേസുണ്ട്. മൂന്നാമതുള്ളത് JMM-ഉം കോൺഗ്രസുമാണ്, 5 വീതം. ഇതിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മറ്റു പ്രധാന കക്ഷികളായ JSU, RJD എന്നിങ്ങനെയുള്ള മുൻനിര പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾക്കെതിരെയും ക്രിമിനൽ കേസുകൾ നിലവിലുണ്ടെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിന്റെ പേരിൽ കേസിൽ നിലവിലുള്ളവരും BJP-യിൽ നിന്നുമാണ് അധികമുള്ളത്. പട്ടികയിൽ നേരത്തെ വന്നതുപോലെ തന്നെ BSP, JMM എന്നിവരാണ് പിന്നാലെയുള്ളത്. ഇതിലും കോൺഗ്രസ്, AJSU കക്ഷികളുടെ സ്ഥാനാർത്ഥികളും ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്തെന്നാൽ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ കേസ് നേരിടുന്ന 12 സ്ഥാനാർത്ഥികളും ഈ പട്ടികയിലുണ്ട് എന്നതാണ്. അതിൽ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ബലാത്സംഗ കുറ്റവും ചുമത്തിയിട്ടുണ്ടെന്നാണ് നാമനിർദ്ദേശക പത്രികയ്ക്കൊപ്പം ചേർത്ത സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം സംസ്ഥാനത്ത് ഒന്നാം ഘട്ടം വോട്ടെടുപ്പ് നവംബർ 13 ബുധനാഴ്ചയാണ് നടന്നത്. ആകെയുള്ള 43 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നേരിയ ശതമാനം പോളിംഗ് ഉയർന്നു എന്നതാണ് ആശ്വാസകരമായ കാര്യം. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നവംബർ 20-നാണ്. ഫലം വരുന്നതാവട്ടെ നവംബർ 23-നാണ്. ആകെ 81 നിയമസഭാ സീറ്റുകളിലേക്കാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്.